ബേബി ഇങ്ങനെ ചത്ത കൂട്ടൊക്കെ കിടക്കല്ലേ എന്ന് നൂറ് ആതിരയോട് പറയുന്നുണ്ട്. എനിക്ക് ആ ഉമ്മ വിളിച്ച് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയതാ ഓർമ്മ വരുന്നതെന്ന് ആതിര പറയുന്നുണ്ട്. സംസാരമൊക്കെ കേൾക്കുമ്പോഴേ ആരുടെ വീട്ടിൽ വിരുന്ന് പോയ കണക്ക് തോന്നുന്നുണ്ടെന്ന് ആതിര പറയുന്നുണ്ട്. സത്യം നൂറ് പറയുന്നു. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് നമ്മുടെ പേരൻസ് വന്നില്ലേലും ഇവരൊക്കെ വന്നതുകൊണ്ട് മനസ്സിലൊരു സന്തോഷമുണ്ടെന്ന് നൂറ് പറയുന്നുണ്ട്. എല്ലാവരും നല്ല ഹാപ്പിയാണ്, അതുകൊണ്ട് എനിക്ക് കാണുമ്പോൾ നല്ല സന്തോഷമെന്ന് നൂറ് പറയുന്നു. എനിക്കങ്ങനെ ഒരു സാഡ്നെസ് ഇല്ലെന്ന് നൂറ് പറയുന്നുണ്ട്. മനസ്സറിയാൻ എനിക്കങ്ങനെ ഒരു സാഡ്നെസ് ഇല്ല. ബേബി കരഞ്ഞപ്പോൾ എനിക്ക് കരയാൻ വന്നു എന്ന് നൂറ് പറയുന്നുണ്ട്. അതൊക്കെ പോയെന്ന് ആദില പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് ഇവരെന്താ വരാത്തെ അതൊന്നും ഇപ്പോൾ ആലോചനയിൽ വരുന്നേ ഇല്ലെന്ന് നൂറ് പറയുന്നുണ്ട്. അതൊക്കെ ആലോചിച്ചാലും എനിക്കിപ്പോൾ കരച്ചിൽ വരുന്നില്ലെന്ന് നൂറ് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയാമെന്നല്ലാതെ അവർ വരാത്ത സ്ഥിതിക്ക് ഈ ഡയലോഗുകളൊക്കെ ഇപ്പോൾ ക്യാമറയുടെ ഫ്രണ്ടിലിരുന്ന് പറഞ്ഞ് സമാധാനിക്കാം, അല്ലാതെ വേറൊരു രക്ഷയുമില്ല ആദിലയ്ക്കും നൂറയ്ക്കും. സാബുമോൻ്റെ അമ്മ വീട്ടിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞെന്ന് ആദില പറയുന്നുണ്ട്. ഇവരെന്തൊക്കെ ഇനി പറഞ്ഞെന്ന് പറഞ്ഞാലും രണ്ടുപേരുടെ കിടത്തയും ആ സംസാരവും കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തില്ലേ അവരെന്തുമാത്രം പ്രതീക്ഷയോടായിരുന്നു ഈ ഒരു ഫാമിലി വീക്ക് അവർ നിന്നത്. പക്ഷേ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസിൽ നടന്നത്. എല്ലാവരും അവരവരുടെ ഫാമിലി വരുമ്പോഴുള്ള ആ ഫാമിലിയായിട്ടുള്ള സന്തോഷമെല്ലാം കണ്ടതിൻ്റെ ആ ഒരു റിയാക്ഷനാണ് ഇപ്പോൾ ആദില ഇങ്ങനെ കിടക്കുന്നത് തന്നെ.